പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എഴുതുമ്പോൾ ഒരു വീഡിയോ ആണെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ റഷ് സമയത്ത് റൂമിലാണ്. എനിക്ക് 3 മണിക്കാണ് ഡ്യൂട്ടി കയറേണ്ടത്. അപ്പോൾ റൂമിൽ ഇരുന്നിട്ട് തന്നെ നല്ല ചൂടുണ്ട്, പുറത്തിറങ്ങിയാലും നല്ല ചൂടുണ്ട്. അങ്ങനെ നല്ല ചൂടായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഫാൻ ഇട്ടിട്ടും ഈ ചൂടിന് യാതൊരു കുറവുമില്ല. അപ്പോൾ നമുക്ക് ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഈ ചൂടെങ്ങനെ സഹിക്കും? അപ്പോൾ അവരും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. സംസാരിക്കാൻ കഴിവില്ലാത്ത കൊച്ചുങ്ങളും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. വലുതായ കൊച്ചുങ്ങളും വളരെ ബുദ്ധിമുട്ടുന്നുണ്ട്. ചൂട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ട്. സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ഈ ചൂട് സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് യാചിക്കുക. ദൈവമേ, ഈ പ്രതികൂല ഘട്ടത്തിലും ഈ ചൂട് സമയത്തും നമുക്ക് മുന്നോട്ട് ജീവിക്കേണ്ട ശക്തിയും ബലവും ദൈവം തരണം, ദൈവം കൃപ തരണം. യേശുവിൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് വചനമനുസരിച്ച് ജീവിക്കുക. യേശുവിൽ വിശ്വസിക്കാത്തവർ യേശുവിനെ അറിയാൻ ശ്രമിക്കുക, യേശുവിൽ വിശ്വസിക്കുക. യേശുവിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്ക് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല. ഈ ഭൂമിയിൽ ഒരേ ഒരു വഴി യേശുവിൻ്റെ വഴി, ഒരേ ഒരു സത്യം യേശുവാണ്. നമ്മൾ യേശുവിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യതയെ കടക്കാൻ കഴിയൂ. കാര്യം, കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോ കണ്ടത്, ഒരു ബസ് ഒരിടത്ത് ഇടിച്ച് ആ ബസ് മറിഞ്ഞു. അതിൽ കുറേ ആൾക്കാരും മരിച്ചെന്ന് കേൾക്കാനിടയായി. കുറേ കുഞ്ഞുങ്ങളും കുറേ ആൾക്കാരും മരിച്ചെന്ന് കേൾക്കാനിടയായി. അപ്പോൾ നമ്മളെ മരണശേഷം നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ മരിച്ചതിന് ശേഷമാണ് നമ്മളെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി നമ്മൾ ബലി ചെയ്യുന്നു, കുളി നടത്തുന്നു, സഞ്ചാരികൾ ചെയ്യുന്നു. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നില്ല. നമ്മുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് വചനപ്രകാരം ജീവിച്ച് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് മരിച്ചാൽ മാത്രമേ ആത്മാവിന് ശാന്തി കിട്ടൂ. അല്ലാതെ നമ്മളെ മരണശേഷം യാതൊരു കർമ്മങ്ങളോ ബലികളോ ഇട്ടുകൊണ്ട് ആത്മാവിന് ശാന്തിയില്ല. നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വിശുദ്ധി ജീവിക്കണം. പാപം ചെയ്യാൻ പാടില്ല, മോശമായി സംസാരിക്കാൻ പാടില്ല, ആരെയും അടിക്കാൻ പാടില്ല, ആരെയും തെറിവിളിക്കാൻ പാടില്ല, മറ്റൊരുത്തിന് ദോഷമായി ഒന്നും ചെയ്യാൻ പാടില്ല. ദൈവത്തിന് വചനമനുസരിച്ച് ജീവിക്കണം. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദാരിദ്ര്യവും എല്ലാം ഉണ്ട്. പക്ഷേ ആ സ്ഥാനത്തും നമ്മൾ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിച്ചാൽ അതിൻ്റെ നടുവിലും നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എത്ര പ്രാവശ്യം തൂങ്ങി മരിക്കാൻ പോയി, വിഷമടിച്ച് മരിക്കാൻ പോയി. പല സാഹചര്യങ്ങളിലും നമ്മളെ തകർക്കാൻ ശത്രു വന്നു. അവിടെ നിന്നെല്ലാം ദൈവമാണ് നമ്മളെ രക്ഷിച്ചത്. അവിടെ നിന്നെല്ലാം ദൈവമാണ് നമ്മളെ വിടുവിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇനി മുന്നോട്ട് നിൽക്കുവാൻ, മുന്നോട്ട് പോവാൻ ദൈവം എന്നെ ശക്തീകരിക്കണം, എന്നെ ബലപ്പെടുത്തണം. വചനം പഠിപ്പിക്കുന്നു, ഈ ലോകത്തിനേക്കായി വിലപിടിപ്പുള്ളൊരു കാര്യമാണ് നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിന് എത്ര വിലയുണ്ടെന്ന് നമുക്ക് മതിപ്പ് പറയാൻ പറ്റത്തില്ല. കാര്യം, ഈ ഭൂമിയിലുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഒരു വിലയിരുത്താൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. അപ്പോൾ ദൈവം പറയുന്നു, ഈ ഭൂമിയേക്കായി വലുതാണ് നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഞാൻ ഭൂമിയുടെ വില എത്ര എന്നറിഞ്ഞുകൂടാ. ഈ ഭൂമിയേക്കായി വിലയുള്ളൊരു സംഭവമാണ് നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന നമ്മുടെ ആത്മാവ് ഇത് ദൈവത്തിന് സ്വന്തമാണ്. ഈ ആത്മാവ് സ്വർഗത്ത് പോകണം, ദൈവത്തിനടുത്ത് പോകണമെങ്കിൽ നമ്മൾ ദൈവവചനമനുസരിച്ച് ജീവിക്കണം. ദൈവവചനപ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു നേട്ടമുള്ളൂ. ദൈവം തന്നെ പറയുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് വല്ലതും ചെയ്താൽ അത് എനിക്കാകുന്നു. അപ്പോൾ മറ്റൊരു വ്യക്തിയെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിനാകുന്നു. ആ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ, ഒരു സഹോദരൻ ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നു. ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോഴത്തേക്കും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വന്നപ്പോൾ പുള്ളിയുടെ ബൈക്കിലുള്ള എണ്ണയെല്ലാം തീർന്നു പോയി. ആ ബൈക്ക് അവിടെ വെച്ചുകൊണ്ട് പുള്ളി തള്ളിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അവിടെയൊന്നും പമ്പില്ല, പെട്രോള് ഒരുപാട് ദൂരം പോയാലേ കിട്ടത്തുള്ളൂ. അപ്പോൾ പുള്ളി കഴിയുന്ന ദൂരം വരെ പുള്ളി വണ്ടി ഉരുട്ടിക്കൊണ്ട് പോവുകയാണ്. ഉരുട്ടി പുള്ളി തളർന്നു. ഇനി ഉരുട്ടാൻ വയ്യ, അവശരായി. എന്നിട്ടും ഇനിയും ഒരുപാട് ദൂരം കിടപ്പുണ്ട് ഈ വണ്ടി ഉരുട്ടിക്കൊണ്ട് പോകാൻ. ആ ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തി ഇത് കണ്ടുകൊണ്ട് വന്നു. അവിടെ ഇറങ്ങി പുള്ളി ചോദിക്കുകയാണ്, എന്ത് പറ്റി സഹോദര? എൻ്റെ വണ്ടിയിൽ എണ്ണ തീർന്നു പോയി, വണ്ടിയിൽ എണ്ണയില്ല,
ഇനി പമ്പ് ഒരുപാട് ദൂരം പോകണം, എങ്കിലേ എണ്ണ വാങ്ങിക്കാൻ പറ്റൂ. അപ്പോൾ ഈ വന്ന സഹോദരൻ പറയാണ്, സഹോദര എണ്ണ ഞാൻ മേടിച്ചിട്ട് തരാം, നിങ്ങളിവിടെ നിൽക്കി എന്നും പറഞ്ഞ് ആ പുള്ളി പോയി എണ്ണ മേടിച്ചു. ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക അല്ല, ഞാൻ ആ പോണ സഹോദരൻ്റെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാൽ ആ ഒരു ലിറ്റർ എണ്ണ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ ആ പുള്ളി എണ്ണ വാങ്ങിച്ച വണ്ടി ഒഴിക്കും, ആ വണ്ടി കൊണ്ട് അവിടെ നിന്ന് പോകും. പിന്നെ അയാൾ ദൈവത്തോട് പറയും, ദൈവമേ എന്നെ സഹായിച്ച സഹോദരനെ ദൈവം അനുഗ്രഹിക്കണം, ഇനി നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനസ്സും താല്പര്യവും ദൈവം കൊടുക്കണം. തൻ്റെ വീട്ടിലായിരിക്കുന്ന ഭാര്യയും മക്കളെയും അമ്മയും അച്ഛനെയും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം, ദൈവം സൂക്ഷിക്കണം. എനിക്ക് വേണ്ടി ഇങ്ങനൊരു സഹായം ചെയ്തു തന്ന ഈ സഹോദരനെ ദൈവം അനുഗ്രഹിക്കണമെന്ന് ആ പുള്ളിക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു സഹായം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിനകത്തും ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാകും, പ്രത്യേക ഒരു സുഖം തോന്നും. ഒരു സഹായം നമ്മൾ ഒരാൾക്ക് ചെയ്യുമ്പോൾ, എന്ത് സഹായമായാലും എന്ത് കാര്യമായാലും നമ്മൾ ഒരാളിന് ഒരു സഹായം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷവും പ്രത്യേക ഒരു സുഖവും നമ്മുടെ ഉള്ളിൽ തോന്നും. അപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ എവിടെ എന്ത് സംഭവങ്ങൾ നടന്നാലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ഇറങ്ങി ചെയ്യുക, അവിടെ ഇറങ്ങി സഹായിക്കുക. ഇപ്പോൾ ഒരു വ്യക്തി ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്, ആ പുള്ളിക്ക് ആഹാരം പോയി വാങ്ങിക്കാൻ കഴിയുന്നില്ല, ആ പുള്ളിയുടെ പൈസയുണ്ട് പക്ഷേ പോയി വാങ്ങിക്കാൻ കഴിയുന്നില്ല. ആ പുള്ളിക്ക് വേറൊരു വ്യക്തി വന്ന് കണ്ട്, സഹോദരൻ എന്ത് വേണം നിങ്ങൾക്ക്? എനിക്ക് വിശക്കുന്നു, ആഹാരം വേണം, വാങ്ങിക്കാൻ പോകാൻ ആളില്ല, എനിക്ക് വാങ്ങിക്കാൻ പോകാൻ പറ്റത്തുമില്ല, എൻ്റെ പൈസയുണ്ട് പക്ഷേ വാങ്ങിക്കാൻ കഴിയത്തില്ല. സഹോദരങ്ങളെ, ഒരുപാട് വ്യക്തികളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, പക്ഷേ പൈസ ഉണ്ടെങ്കിലും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകാൻ കഴിയാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ ഈ ഒരുപാട് പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ, മേടിച്ചുകൊണ്ട് തരാനും ആരുമില്ല. അപ്പോൾ ഈ പൈസ കയ്യിൽ വെച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? സഹോദരങ്ങളെ, ആ ഒരു സമയത്തും ഏതെങ്കിലും ഒരു വ്യക്തി ആ പുള്ളി വന്ന് കണ്ട്, സഹോദരൻ നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വിശക്കുന്നു, ആഹാരം വേണം, എനിക്ക് വാങ്ങിക്കാൻ പോകാൻ ആളില്ല. ആ സമയത്ത് ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, അല്ല നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ ഇട്ടാൽ ഒരു നേരത്തെ ആഹാരം മേടിച്ചുകൊണ്ട് കൊടുത്താൽ ആ പുള്ളി ദൈവത്തോട് പറയും, ദൈവമേ എനിക്ക് ഈ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുത്തുന്ന സഹോദരനെ ദൈവം അനുഗ്രഹിക്കണം, അവൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കണം. നമ്മൾ അങ്ങനെ ഒരു സഹായം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലത്തെ ഒരു പ്രത്യേക ഒരു സന്തോഷം തോന്നും, പ്രത്യേക ഒരു സുഖം നമുക്ക് തോന്നും. അങ്ങനെ ഭൂമി ജീവിച്ചിരിക്കുന്ന നാൾ വരെ നമ്മൾ എന്താണ് മരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. മരിക്കുമ്പം നമ്മൾ മരിക്കും. അപ്പോൾ എത്ര കാലം നമ്മൾ ജീവിക്കുന്നു, ആ ദിവസം വരെ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളും ദൈവത്തോട് പ്രാർത്ഥിച്ച് നടത്തുക. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ സഹായിക്കുക. അവർ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ആ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറും. നിങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.